സർ, ഭഗവാൻ ചിന്താലയേശുനുമായുള്ള സാമീപ്യം കൊണ്ട് അങ്ങയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിട്ടുള്ള സദ്ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കും, ഞാൻ എങ്ങനെ ഇന്നത്തെ നിലയിലെത്തി. നമ്മൾ ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ പലരും കാണും. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു പാറ പൊട്ടി വീഴുന്നതായ ആ കല്ലെന്ന് പറയുന്നത് നീണ്ടും കുറുകിയും മുക്കും മൊനയായിട്ട് പരുക്കനായിരിക്കും. പക്ഷെ ആ വെള്ളത്തിലൂടെ, അത് വീണ വെള്ളത്തിലൂടെ ഈ കല്ലിങ്ങനെ ഒഴുകി ഇത് സമുദ്രത്തിൻ്റെ തീരത്തോ സമനിരപ്പിലോ വന്ന ആ കൽക്കഷ്ണം വരുമ്പോൾ അതിൻ്റെ സൈഡുകളിലുള്ള മുക്കും മൊനയെല്ലാം മാറി ഈ കല്ല് മെഴുക്കനാകും. ഒരു വ്യക്തിക്ക് തൻ്റെ ദുശീലങ്ങളും ദുർഗുണങ്ങളും വീക്ഷണങ്ങളും അടങ്ങുന്ന ഈ മുക്കും മൊനയും എല്ലാം തൻ്റെ ജീവിതമാകുന്ന ഒഴുക്കിൽ മാറി ഒരു മെഴുക്കനാകണമെങ്കിൽ, ഒരു നല്ല വ്യക്തിത്വമാകണമെങ്കിൽ ആ ഒഴുക്കിൽ ഇതുപോലെ വ്യക്തിത്വമുള്ള മഹാന്മാരെ കിട്ടണം. എന്നിൽ ഇന്ന് എന്തെങ്കിലും ഒരു എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു നല്ല ഭാവം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ല പങ്കുവഹിച്ച ആളാണ് ചിന്താലയച്ചൻ. 40 വർഷത്തെ ഞങ്ങളുടെ ആ അടുത്ത ഇടപെടലിൽ എനിക്ക് എന്നെ തന്നെ തിരിഞ്ഞു നോക്കാനും ഞാൻ ആരാണ് എന്ന നേരായ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തലാണ് വാസ്തവത്തിൽ ആത്മീയത. നമ്മൾ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ പോകുന്നു, തൊഴുന്നു, കുമ്പിടുന്നു, കാലു പിടിക്കുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ പഴയ തൊഴിൽ തന്നെ കാലുവാരൽ പ്രസ്ഥാനം നമ്മൾ മുടങ്ങാതെ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നാലും നമ്മളിലെ ഈ കാലുവാരൽ, കുന്നായ്മ, കുശുമ്പ് ഇതൊന്നും പോയിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം നമുക്കൊന്ന് മാറണമെങ്കിൽ ആരെ തൊഴുതാലും എവിടെ തൊഴുതാലും എന്തൊക്കെ ചെയ്താലും നമ്മളെ കൂടെ ഈ യാത്രകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുന്ന സന്ദർഭം വരണം. എനിക്ക് സ്വാമിയിൽ നിന്ന് അപ്രകാരം ചില സന്ദർഭങ്ങളും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ അനുജൻ എന്നെക്കാളും ഒരു 10-15 വയസ്സ് താഴെ പ്രായമുള്ള പയ്യനാണ്. അയാളുടെ കല്യാണമായി. അയാൾക്ക് ഞാനും സ്വാമിജിയായിട്ടുള്ള അടുപ്പം നല്ലവണ്ണം അറിയാം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കത്ത് ചിന്താലേശന് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൊണ്ടുകൂടെ. അതല്ല, എനിക്ക് അവിടെ ചെന്നാൽ കയറാനും സ്വാമിജിക്ക് എന്നെ അറിഞ്ഞുകൂടെ, കത്ത് വാങ്ങുമോന്നും എനിക്ക് അറിഞ്ഞുകൂടെ. അതുകൊണ്ട് അണ്ണം പോകുമ്പോൾ ഞാൻ കൂടെ വരാം. ശരി, വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ കത്തുമായി എൻ്റെ കൂടെ വന്നു. സ്വാമിജി അന്ന് കഴിയുന്നത്, ഇപ്പോൾ സ്വാമിജിയെ സമാധി ഇരുത്തിയതിൻ്റെ ഇടതുവശത്ത് സ്വാമിജി 10-30 കൊല്ലം മുമ്പ് ആൾക്കാരെ ഇരുത്തുമായിരുന്നു. ഇപ്പം സ്വാമിജിയുടെ സമാധിയുടെ ഇടതുവശത്ത് അവിടെ ഇരുന്ന് ഈ കത്ത് കൊടുത്തു, സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഒടുവിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി. ഞാൻ മുമ്പേ നടന്നു, എൻ്റെ അനുജൻ പുറകെ വരുന്നു. ഒരു 10 ചുവട് മുന്നോട്ട് വെച്ചതും സ്വാമിജി അവിടെ നിന്ന ഒരാളിനോട് പറഞ്ഞു, ആ സാറിൻ്റെ അനിയനെ ഇങ്ങ് വരാൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. അപ്പം ഞാനും പ്രതീക്ഷിച്ച ഒരുപക്ഷെ ഈ കല്യാണക്കത്ത് കൊടുക്കുമ്പോൾ സ്വാമിജി പലർക്കും കൈനീട്ടം കൊടുക്കും. കല്യാണക്കത്ത് കൊടുത്ത ഉടൻ തന്നെ എന്തെങ്കിലും, ശരി കുട്ടി നന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലത് യവനെടുത്ത് കൊടുക്കാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മാറി അവിടെ നിന്നു. അപ്പോൾ സ്വാമിജി ഉടൻ തന്നെ
യവൻ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ്, നീ കല്യാണ കത്തൊക്കെ തന്നു, ഞാൻ സ്വീകരിച്ചു, അതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ, നിനക്ക് നല്ല ജീവിതവും ഒക്കെ വരട്ടെ. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ത്, പിറവി എന്ത്, എന്താണെന്നൊന്ന് നിങ്ങൾ സഹോദരങ്ങൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് യാതൊരു എത്തും പിടിയില്ല. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പുറകെ വന്ന നീയൊക്കെ ഒരു കാലത്ത് വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പ് കയറി നിന്ന് വെല്ലുവിളിച്ചെന്നിരിക്കണം. അതുകൊണ്ട് നിന്നോട് ഈ സമയത്ത് എന്നെ പറയുകയാണ്, മറ്റാരോടൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഈ മനുഷ്യനോട് ബന്ധുത്വം കൊണ്ട് ഞാൻ പറയുകയല്ല, അത്തരം ഒരു കാര്യങ്ങളും ചെയ്യരുത്. അദ്ദേഹം എന്താണെന്ന് എന്നെപ്പോലുള്ളവർക്കേ അറിയാവൂ. ഇന്ന് അനുജൻ്റെ മോൻ്റെ കല്യാണമായി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 3 ദശാബ്ദത്തിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് ഈ സംഭവത്തിലൂടെ ഞാൻ പറഞ്ഞില്ലേ, നീ ആരെന്ന് നീ അന്വേഷിക്കുക. ഞാൻ അന്വേഷിച്ചിട്ട് ഒരെത്തും പിടിയും ഇല്ലായിരുന്ന ഒരു സന്ദർഭത്തിലാണ് സ്വാമിജി 10-30 വർഷത്തിന് മുമ്പ് ഇത് പറയുന്നത്. വാസ്തവത്തിൽ അത് അവനോടായിരിക്കില്ല പറഞ്ഞത്, എന്നോടായിരിക്കാം. അപ്പോൾ എനിക്കൊരു ബോധ്യം വന്നു, എന്നിൽ എന്തോ ഒരു ഈശ്വരീയമായ ഒരു അംശം, കനൽ എവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഒരാളിത് പറയില്ല. എന്നാൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ ഞാൻ അപ്പോഴേ സ്വാമിയോട് ഭഗവാനെ ബുദ്ധിമുട്ടെന്ന് പറയാറുണ്ട്. അതിൽ ഒരു സന്ദർഭം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. സാറേ, മനുഷ്യനല്ലേ, ആരായാലും ചത്ത് പുഴുവരിച്ച് പോവും, ഞാനും പോവും. ഇതൊരു 10-25 കൊല്ലം മുമ്പുള്ള സംഭവം. 25 കൊല്ലം അതിൽ കൂടുതൽ. അതുകൊണ്ട് ഇവിടെ ഒരു 10-75 സെൻറ്റ് സ്ഥലമുണ്ട്, പോത്തൻകോട്ട ഇരിക്കുന്ന സ്ഥലം. പിന്നെ മുകളിലുമൊക്കെ ഒരു ശകലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ കള്ളിക്കാട്ടും കുറേ കാണും. ഇതിനി എൻ്റെ കാലശേഷം, എനിക്കിവിടെ വയസ്സൊക്കെ ഇത്രയായി, എൻ്റെ കാലശേഷം യവന്മാരാരെങ്കിലും ഇവിടെ ഉള്ളവന്മാർ തമ്മിലടിച്ച് കുത്തി കീറാതിരിക്കാൻ ഇതിനെന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം. അതിന് ഞാൻ ഇവിടെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ ട്രസ്റ്റെന്നോ എന്തെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യണം. സാർ ആ ട്രസ്റ്റിലൊരു മെമ്പറായിട്ട് വരണം, എൻ്റെ ആഗ്രഹമാണ്. സ്വാമി സത്യമായിട്ട് ഈശ്വര സത്യമായി ആ ഇരുന്നിരിപ്പിന്ന് അപ്പം തന്നെ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, ഭഗവാനെ അതിനു മാത്രം എന്നെ നിർബന്ധിക്കരുത്. കാരണം ഭഗവാന്റെ ആ ട്രസ്റ്റിൽ ഞാൻ മെമ്പറായാൽ ഞാൻ അത്രയും സത്യസന്ധത അതിൽ പാലിക്കണം, അത്രയും ആത്മാർത്ഥത ഞാൻ പാലിക്കണം, അത്രയും സമയം ഞാൻ അവിടെ അർപ്പിക്കണം. ഈ ഒരു കാര്യത്തിന് ഞാൻ ഇന്നും പാകപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പാകപ്പെടൽ വരുന്ന സമയം അതപ്പോഴും ഉടനെ സ്വാമിജിയുടെ മറുപടി എനിക്ക് സാറിൻ്റെ നില മനസ്സിലാവും, നമ്മളിങ്ങനെ അങ്ങ് തുടർന്നാൽ മതി. പിന്നെ സ്വാമിജി ഏറ്റവും കൂടി പറയുന്നത് സുഖമില്ലാതായപ്പം ബുക്ക് എഴുതണമെന്നാണ്. അത് ഞാൻ ഏറ്റെടുത്തു. 3ാമത്തെ പതിപ്പ് പോലും അദ്ദേഹമാണ്. ഇതുവരെ ലോകത്തോട് പറയാത്ത ഒരു കാര്യം കൂടി നിങ്ങൾ ഈ വന്നതുകൊണ്ട് ഇനി ഞാൻ സ്വാമിജിയെക്കുറിച്ചൊരു എപ്പിസോഡ് ആർക്കെങ്കിലും പറയുമോ എന്നും എനിക്കറിഞ്ഞൂടാ. ആ ആശ്രമത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം. അത് മിക്കവാറും എല്ലാ മഹത്തായ ആശ്രമങ്ങളിലും ഇതാണ്. ഒരു മഹാനദി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒഴുകുന്ന വെള്ളമല്ല അടുത്ത നിമിഷം ഒഴുകുന്നത്. വെള്ളം വരും, അങ്ങ് പോവും. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് വെള്ളം എവിടെയെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്.
45 വർഷം മുമ്പ് ഞാൻ സ്വാമിജിയെ കാണാൻ പോകുമ്പോൾ അവിടെ സ്വാമിജിയുടെ ചുറ്റുമുള്ള ഭക്തജനങ്ങളെ ഇന്ന് കാണാനില്ല. ആയുസ് കൊണ്ടും അകലം കൊണ്ടും പല ബലഹീനത കൊണ്ടും പ്രായം കൊണ്ടും ആരെയും കാണാനില്ല. ഇന്ന് ചിന്താലയത്തിൽ ചെന്നാൽ എന്നെ അറിയാവുന്നവർ പോലും വളരെ കുറവാണ്. കാരണം 10,000-കണക്കിന് പുതിയ ഭക്തജനങ്ങളാണ് വരുന്നത്. ഇത് ചിന്താലയത്തിലെ കാര്യം മാത്രമല്ല, ലോകത്തെ എല്ലാ ആശ്രമങ്ങളുടെയും സ്ഥിതിയാണ്. ഒരു നദി പോലെയാണ്. പുതിയ ആൾക്കാരത് വന്നുകൊണ്ടിരിക്കും. ഇത് എല്ലാ കാലവും കാണും. നമ്മൾ കുറച്ച് കാലം അവിടെ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ അഹങ്കരിച്ച് പറയുകയല്ല, ഞാനുമായിട്ട് അടുത്ത എല്ലാവർക്കും അറിയാം. ഒരു 20 വർഷം മുമ്പ് ഞാൻ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ എന്നെ കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, ഭഗവാനെ കയറി വരണം. എന്നെ ഈ ഭഗവാനെ എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ചമ്മലെന്ന് മാത്രമല്ല, ചിലതൊക്കെ ഉണ്ടല്ലോ ഈ ഗുരുത്വക്കേടെന്ന്. നമ്മളങ്ങനെ വിളിക്കുമ്പോൾ തന്നെ നമുക്കെന്തോ ഗുരുത്വക്കേടുള്ളത് കൊണ്ടാണോ ഇങ്ങനെ വിളിക്കുന്നത്. ഞാനെന്തെന്ന് പറയാം, ഞാൻ അവിടെ ഈ സീതയൊക്കെ ഭൂമിയിലേക്ക് താഴുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വല്ലാത്ത അവസ്ഥയിലായി. പക്ഷേ സ്വാമിജിയില്ലേ, നമ്മൾ എന്തിനിങ്ങനെ വിളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. വീണ്ടും വീണ്ടും ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഭഗവാൻ വന്നല്ലോ. അപ്പം എനിക്കിത് വലിയ വിമ്മിട്ടം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹത്തിന് നല്ല അറിയാം. 4-5 പ്രാവശ്യം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വൈകുന്നേരത്ത് ചെന്നപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന ആ വീട് ഇപ്പോൾ ആ ഇടതുവശത്ത് ഭംഗിയാക്കി വെച്ചു. അവിടെ എണ്ണയിടും ഇദ്ദേഹം വൈകുന്നേരം. അങ്ങനെ എണ്ണയിട്ടിട്ട് കാലൊക്കെ നീട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ, സാറെന്ത് ഈ വൈകുന്നേരത്ത് ആരും പോരാത്ത സമയത്ത് കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വേറെ ആരുമില്ല. ഞാൻ മാറി ഇങ്ങനെ നിന്നു. അതുപോലെ അദ്ദേഹം ചോദിക്കുന്ന ഒന്നിന് നമ്മൾ മറുപടി എങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് പറയാറില്ല. ശരിക്കും അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചാലേ പറയൂ, അല്ലെങ്കിൽ അത് ഗുരുത്വക്കേട്. ഞാൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഞാനിങ്ങനെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ മണ്ണ് കുഴിച്ച് അകത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സീതയുടെ കാര്യം പറയാം. ഇദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ആരെയും നമ്മൾ അവൻ്റെ യോഗ്യത അനുസരിച്ച് വേണം സംബോധന ചെയ്യണം. അല്ലെങ്കിൽ അതും ഒരു ഒളിച്ചുവയ്പ്പാണ്. സ്വാമിജി പറഞ്ഞ ഒരു വാക്കാണ് ഇത്. ഏറെക്കുറെ അദ്ദേഹം അവസാന കാലം വരെ ഇത് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കതിനെക്കുറിച്ച് ഞാൻ നിർമ്മമനാണ്. അദ്ദേഹം എന്ത് വിളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്ത് യാതൊരു ഇതും. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ, ലോകത്തനേകം ആശ്രമങ്ങളുണ്ട്, പക്ഷേ അവിടുത്തെ അല്ലെങ്കിൽ മറ്റ് ഈശ്വര സന്നിധികളുണ്ട്, മഹാത്മാക്കളുടെ സന്നിധികളുണ്ട്. അവിടെയെല്ലാം മണിസൗധങ്ങളും അല്ലെങ്കിൽ മറ്റു പല സൗകര്യങ്ങളും വരുന്നതെല്ലാം ആരെങ്കിലും അധ്വാനിച്ചതിൻ്റെ പങ്ക് ചോദിച്ചോ ചോദിക്കാതെയോ സംഭാവനയായിട്ടോ എന്തായിട്ടായാലും മറ്റുള്ളവരുടെ വിയർപ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് പലതും ആസ്തിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്കറിയാവുന്നിടത്തോളം സമാധിയാകുന്നതുവരെ മറ്റുള്ളവരിൽ നിന്ന് ചില്ലി പൈസ, അർത്ഥത്തിലും അക്ഷരത്തിലും ചില്ലി പൈസ എനിക്കിവിടെ പൂജയ്ക്കോ ഇന്ന കാര്യത്തിനോ കെട്ടിടം കെട്ടാനോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനോ വേണമെന്ന് ഒരാഗ്രഹം പ്രകടിപ്പിക്കാത്ത, അഥവാ ആരെങ്കിലും ഒരു കാര്യത്തിന് 5000 രൂപ കൊണ്ടു കൊടുത്താൽ, പിള്ളേ അതൊന്നും ഇവിടെ ആവശ്യമില്ല, അതൊക്കെ നടക്കുന്നെങ്കിൽ നടന്നാൽ മതി, ഞാൻ ചെയ്യാനുള്ളത് നിങ്ങളുടെ പൊതി നിങ്ങളെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റാരിൽ നിന്നും
4 സ്വീകരിക്കാതെ കൂടമെടുത്ത് കൊല്ലപ്പണി ചെയ്ത് 2 കൈയും വേദനയെടുത്ത് മരിക്കുവോളോ അദ്ദേഹം പറയുമായിരുന്നു, സാറേ എൻ്റെ ഈ 2 കൈയും പൊക്കാനും വയ്യ, എപ്പോഴും വേദനയാണ്. എന്തെന്നറിയാമോ? എനിക്ക് താങ്ങാത്ത കൂടമെടുത്ത് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ്. ആ അധ്വാനിക്കുന്ന പൈസയുടെ 99.25% കള്ളിക്കാട്, ദേവംകോട് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലുമുള്ള പാവങ്ങൾക്ക് കൊടുത്തിട്ട് അതിലെ ഒരു തുച്ഛമെടുത്ത് അദ്ദേഹം ജീവിക്കുമായിരുന്നു. ചിന്താലേശനെ പോലുള്ള ഒരു കഥ മഹാഭാരതത്തിലുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇതുപോലെ ദാനശീലനായ ഒരു സന്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് പാണ്ഡവർക്ക് രാജ്യം കിട്ടി, ധർമ്മപുത്രൻ രാജാവായി. മറ്റുള്ളവരുടെ രക്തത്തിൻ്റെ പുറത്താണല്ലോ എൻ്റെ ഈ കിരീടം ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച ധർമ്മപുത്രർ ഈ പാപമോചനത്തിന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആലോചിച്ച കൂട്ടത്തിൽ അശ്വമേധം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അശ്വമേധം നടത്തി. അശ്വമേധം നടത്തിക്കഴിഞ്ഞ ധർമ്മപുത്രർ ചിന്തിച്ചു, ഇനി എനിക്ക് ഒരു പാപവുമില്ല, യുദ്ധത്തിലും അതിനു മുമ്പും നടന്ന സർവ പാപങ്ങളും തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ അശ്വമേധയാഗം നടന്ന ഹോമകുണ്ഡത്തിൻ്റെ അടുത്ത് ധർമ്മപുത്രർ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുക. വിജയീ ഭവ എന്ന മട്ടിൽ ഞാൻ വിജയിച്ചു, ഇനി വിജയിച്ചു കൊണ്ടേയിരിക്കും. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുനിറമുള്ള ഒരു കീരി ഓടി അവിടെ വരുന്നു. ആ കീരി വന്ന് ഈ ഹോമം നടന്ന യാഗം നടന്ന യാഗശാലയിൽ അവിടെ കിടന്ന് ഉരുളുന്നു. പൂച്ച ചാമ്പലിൽ കിടന്ന് ഉരുളുന്നത് പോലെ ഈ ഹോമശാലയിൽ ഇത് ഉരുണ്ടു പിരണ്ടു. കുറേ നേരം ഉരുണ്ടു പിരണ്ടിട്ട് ആ കീരി തന്നെ ഒന്ന് നോക്കി. തന്നെ ഒന്ന് നോക്കിയതിന് ശേഷം ധർമ്മപുത്രരുടെ നേർക്ക് ആ കീരി ഒന്ന് തിരിഞ്ഞു. ധർമ്മപുത്രരോട് ആ കീരി പറഞ്ഞു, അല്ലയോ മഹാത്മൻ ധർമ്മപുത്രരെ, ഒരു ബ്രാഹ്മണ കുടുംബം ഒരു നേരത്തെ ആഹാരം കൊണ്ട് നേടിയ പുണ്യം പോലും നിങ്ങളുടെ ഈ മഹാ അശ്വമേധത്തിൽ ഇല്ലാതെയായല്ലോ. അതുവരെ വിജയിച്ചു എന്ന് പറഞ്ഞിരുന്ന ധർമ്മപുത്രർ ലജ്ജ കൊണ്ട് തല താഴ്ത്തി. കീരി അതിൻ്റെ വഴിക്കങ്ങ് പോയി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അശ്വമേധം നടത്തിയതിൻ്റെ അപ്പുറത്തായി ഒരു ബ്രാഹ്മണ കുടുംബം നേരത്തെ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു വൃദ്ധനായ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഒരു മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആശ്രമമായി ജീവിച്ച അവർക്ക് ഒരു ഉഗ്ര ശപഥമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു മണ്ഡലത്തിൽ ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കൂ, 41 ദിവസത്തിലൊരിക്കൽ. അതും ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ വയലേലകളിൽ അല്ലെങ്കിൽ കൃഷിഭൂമികളിൽ പോയി അവിടുന്ന് നുള്ളിപ്പറക്കുന്ന നെന്മണി കൊണ്ടുവന്ന് ആ നെന്മണി ഇട്ട് വയ്ക്കുന്ന കഞ്ഞി, അതും ഓരോ പ്ലാവിലെ കഞ്ഞിയെ ഞങ്ങൾ കുടിക്കൂ, അതിനുള്ള അരിയെ ഇടൂ.
കൂടുതൽ കഴിക്കില്ല. അങ്ങനെ വർഷങ്ങളായി 41 ദിവസത്തിൽ ഒരിക്കൽ ഒരു പ്ലാവിലെ കഞ്ഞി മാത്രം കുടിച്ച് ഈ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ ഭാര്യയും മകനും ജീവിച്ചു പോരവേ ഒരു ദിവസം വയലേലകളിൽ പോയി ഇങ്ങനെ നെല്ല് കൊണ്ടുവന്ന് അത് തൊലിച്ച് അരിയാക്കി കഞ്ഞി കുടിക്കാൻ 3 പ്ലാവലയും എടുത്ത് അച്ഛനും അമ്മയും മകനും കൂടി ഇരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു അതിഥി വന്നു. വന്ന അതിഥി പറഞ്ഞു, ഗുരുവേ നമസ്തേ, എനിക്ക് നല്ല വിശക്കുന്നു, എന്തെങ്കിലും ആഹാരം തരണം. അപ്പൊ വൃദ്ധബ്രാഹ്മണൻ പറഞ്ഞു, എൻ്റെ കഞ്ഞി ഞാൻ ഈ അതിഥിക്ക് കൊടുക്കാം. അപ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ, ഭർത്താവിനെ കൊന്നു എന്നൊരു പാപം എനിക്ക് വരും, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഇനി 41 ദിവസം കഴിഞ്ഞല്ലേ കഴിക്കാൻ പറ്റൂ, ഞാൻ കൊടുക്കാം. അപ്പം മകൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ കഞ്ഞി കുടിച്ചിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു പിതൃദോഷമുണ്ടോ, എൻ്റെ കഞ്ഞി കൊടുക്കാം. അപ്പോൾ ഈ അതിഥി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇത്തിരി തരണം, ഞാൻ ഇപ്പം ചത്തു, നിങ്ങളെക്കാളും മുമ്പ് ഞാൻ ചാകും, അത്ര വിശന്നിക്ക്. ബ്രാഹ്മണൻ പെട്ടെന്ന് കഞ്ഞി കൊടുത്തു, വൃദ്ധനായ ബ്രാഹ്മണൻ. അത് കുടിച്ചപ്പോൾ ആ അതിഥി പറഞ്ഞു, എൻ്റെ വിശപ്പ് മാറിയില്ല, ആ അമ്മ കൊടുത്തു. അത് കുടിച്ചപ്പോഴും പറഞ്ഞു, മോനെ എനിക്ക് വിശപ്പ് മാറിയില്ല, നിൻ്റെയും കൂടെ കഞ്ഞിതാ. 3 പേരുടെ കഞ്ഞിയും ആ അതിഥി കുടിച്ചു. അതിഥി അങ്ങ് പോയി. ആ ബ്രാഹ്മണ കുടുംബം അവിടെ കിടന്നു മരിച്ചു. ഒരു കീരി പാമ്പ് പിടിച്ച് എലിയെ പിടിച്ച് അങ്ങനെ കളിച്ച് വന്ന് ഈ ബ്രാഹ്മണ കുടുംബം കിടന്ന് ചത്ത സ്ഥലത്ത് വന്ന് കുറച്ച് നേരം കിടന്നു. ദിവസങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ്. ഈ കീരി അവിടുന്ന് എണീറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ശരീരത്തിലെ പകുതി ഭാഗം സ്വർണ്ണ നിറം. കീരി ആകെ വരണ്ട്, ഇതെന്തടാ, എൻ്റെ നിറമേ മാറിയിരിക്കുന്നു, പകുതി ഭാഗം സ്വർണം, ബാക്കി പഴയത്. കീരി അവിടുന്ന് ഓടി. ഇത് ആരോട് ചോദിച്ചാൽ ഇതിൻ്റെ സത്യം അറിയാം. കീരി ഓടി മാതംഗ മഹർഷിയുടെ അടുത്ത് നിന്നു. ഭഗവാനെ, ഇങ്ങനെ ഒരു സംഭവം, ഞാൻ ഒരിടത്ത് കിടന്നെണീറ്റപ്പോൾ ഇങ്ങനെ സംഭവം, എൻ്റെ പകുതി ശരീരം സ്വർണ്ണ നിറമായി, ബാക്കി ഇങ്ങനെ. അപ്പം മഹർഷി പറഞ്ഞു, പേടിക്കേണ്ട കുട്ടി, നിനക്ക് സുഹൃതം കിട്ടിയിരിക്കുകയാണ്, പുണ്യം കിട്ടിയിരിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു, അവർ ഇന്നതുപോലെ ചെയ്ത് ആ മണ്ണും കൂടി പുണ്യവത്തായത് കൊണ്ടാണ് നിനക്കിത് സംഭവിച്ചത്. അപ്പോൾ കീരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയൊന്നും കൂടെ പുണ്യം കിട്ടാൻ എന്ത് ചെയ്യണം? ഒരു കുഴപ്പമില്ല, നീ ഇപ്പോൾ മുതൽ എവിടെയെല്ലാം യാഗം നടക്കുമോ അവിടെയൊക്കെ പോകണം. യാഗം നടന്ന് തീ ആറിയതിന് ശേഷം നീ ആ ഹോമകുണ്ടത്തിൽ പോയി ഉരുണ്ടു നോക്കുക. പുണ്യമുള്ള യാഗമാണെങ്കിൽ നിൻ്റെ മറ്റേ ഭാഗവും കൂടി സ്വർണ്ണ നിറമാകും. അങ്ങനെയാണ് കീരി ആരുടെ യാഗസ്ഥലത്ത് വരുന്നത്? ധർമ്മപുത്രരുടെ യാഗസ്ഥലത്ത് വരുന്നത്. ഞാൻ ഈ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, മഹാഭാരതത്തിലെ ഈ ബ്രാഹ്മണ കുടുംബം സ്വന്തം പട്ടിണിയിലൂടെ പുണ്യം നേടിയതുപോലെയാണ് ചിന്താലേശൻ. അദ്ദേഹം തനിക്ക് ജലം കുടിക്കാനോ ആഹാരം കഴിക്കാനോ ഉടുവസ്ത്രത്തിനോ ഒന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. എത്രയോ ദിവസം പട്ടിണിയായിട്ട് അദ്ദേഹം കിടന്നിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു നിറഞ്ഞവനാണ് ചിന്താലേശൻ, വാങ്ങി നിറച്ചവനല്ല. പലരും വാങ്ങി നിറയ്ക്കുമ്പോൾ കൊടുത്തു നിറഞ്ഞവനാണ് ആര്? എനിക്ക് കൊടുത്തു നിറയുക എന്ന ഒരു ഗുണപാഠം 1000 സ്ഥലത്ത് പോയെങ്കിലും കിട്ടിയിട്ടുള്ളത് ഒരേ ഒരിടത്താണ്.
മഹാഭാരതത്തിലെ കീരിയെപ്പോലെ പുണ്യപുരുഷനായ ആരിൽ നിന്ന് മാത്രം? ഒരുപക്ഷെ അങ്ങനെ കൊടുത്തു നിറഞ്ഞതുകൊണ്ടായിരിക്കാം മറ്റൊരിടത്തുമില്ലാത്ത തരത്തിലൊരു വിശ്വാസവും ഒരു ആത്മാർപ്പണവും ഭക്തജനങ്ങൾക്ക് അഹമഹമിഹാദിയ ഞാൻ മുന്നേ എന്നുള്ള രീതിയിൽ ഈ ചിന്താലയത്തിൽ വരാനും എൻ്റെ ഏകധനമങ്ങു ജീവനം, എൻ്റെ മോഹം അതെൻ്റെ മുക്തിയും എന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാം സമ്പത്തും ഞങ്ങളുടെ മോഹവും ഞങ്ങളുടെ മുക്തിയും ഈ ചിന്താലേശൻ മാത്രമാണെന്ന് ഇന്ന് ഭക്തലക്ഷങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചിന്താലേശൻ സ്വജീവിതം കൊടുത്ത് നേടിയെടുത്ത പുണ്യമാണ്. ബുദ്ധൻ്റെ മൊത്തം പ്രഭാഷണത്തിലെ ആകത്തുക എന്ന് പറയുന്ന 2 അക്ഷരങ്ങളാണ്, 2 വാക്കുകളാണ്. എന്താണ്? ഗീവ് ആൻഡ് ടേക്ക്. എടോ, ജീവിതമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കൊടുത്ത് സ്വീകരിക്കുക. നീ സ്നേഹം കൊടുത്താൽ നിനക്ക് സ്നേഹം കിട്ടും. നീ ദാനം ചെയ്താൽ നിനക്ക് വേണ്ടത് ആ ദാനത്തിലൂടെ ഇങ്ങോട്ട് കിട്ടും. നീ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നിനക്ക് കിട്ടും. ചിന്താലേശൻ കൊടുത്തതെന്തോ പുണ്യം, ചിന്താലേശൻ ചെയ്തതെന്ത് സുഹൃതങ്ങൾ. ചിന്താലേശൻ്റെ ഉള്ളെന്തായിരുന്നു? കരുണാവാരിധിയായിരുന്നു. ചിന്താലേശൻ്റെ ജീവിതമെന്ത്? അഹോരാത്രം അധ്വാനം. ചിന്താലേശൻ്റെ ജീവിത രീതി എന്ത്? വെട്ടിപ്പ്, പറ്റിപ്പ്, തട്ടിപ്പ് എന്നതിൽ കയ്യോ കാലോ മനസ്സോ വയ്ക്കാതെ ഈ 3-ൽ നിന്നും മാറി വിശുദ്ധിയുടെ പരമവിശുദ്ധിയോടെ മാത്രം മനസ്സ വാച കർമ്മണ ജീവിച്ച ഒരു നല്ല മനുഷ്യൻ, ആ പരമവിശുദ്ധിയുടെ ഊർജമാണ് ഇന്നും ചിന്താലേശനെന്ന് ചിന്തിക്കുമ്പോൾ ഭക്തജനങ്ങൾക്കെല്ലാം അനുഗ്രഹമായി, ആപദ്ബാന്ധവനായി അവർക്ക് ചിന്താലേശൻ എത്തിച്ചേരുന്നത്.